BEGC 101 Indian Classical Literature. So this is going to be a textbook explanation. It's not something like doing an exam paper preparation or just preparing students for exam. That's not the whole point of doing these classes. This is a textbook explanation, reading line by line and explaining the context, and it will be for the entire course. You'll be doing it for the entire course, going through all the para by para and concept by concept like that. So ഇത് നമ്മൾ ജസ്റ്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുന്നതല്ല. ഇത് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈനായി പഠിച്ചു പോകുന്നതായ ക്ലാസ്സുകളാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇനി എക്സാം ടൈം വരെയും ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതായ ക്ലാസ്സുകളാണിത്. ജസ്റ്റ് എക്സാമിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ 4 ബ്ലോക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. 4 ബ്ലോക്കിന്റെയും പ്രധാനപ്പെട്ടതായ കഥകൾ നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. നമ്മൾ ഇന്നതായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. This is a course that will remind us of the Ramayana and the Mahabharata. അപ്പോൾ ഈ കോഴ്സ് നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ബ്ലോക്കിൽ, ഒന്നാമത്തെ ബ്ലോക്കിൽ, ഇപ്പോൾ 4 ബ്ലോക്കുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കിൽ വരുന്നത് കാളിദാസയുടെ അഭിജ്ഞാന ശാകുന്തളം എന്ന കൃതിയാണ്. കാളിദാസയുടെ അഭിജ്ഞാന ശാകുന്തളം എന്ന കൃതിയാണ് ബ്ലോക്ക് 1 വരുന്നത്. 4 വ്യത്യസ്ത യൂണിറ്റുകൾ അതിലുണ്ട്. ഇന്ത്യൻ ഈസ്തെറ്റിക്സ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വരും. യൂണിറ്റ് 2 കാളിദാസ് ആൻഡ് ഓവർവ്യൂ. പിന്നെ യൂണിറ്റ് 3 അഭിജ്ഞാന ശാകുന്തള ടെക്സ്റ്റൽ അനാലിസിസ്. യൂണിറ്റ് 4 അഭിജ്ഞാന ശാകുന്തള ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ക്രിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ്. ഇത്രയാണ് ഒന്നാമത്തെ ബ്ലോക്കിൽ നമുക്ക് വരുന്നത്. യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ടായിരിക്കും കടന്നു പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമ്മൾ ലൈൻ ബൈ ലൈനായി പേര ബൈ പേരായി പോകുന്നത് കൊണ്ട് തന്നെ എക്സാമിനേഷന് പലപ്പോഴും അവരെന്ത് ചെയ്യും, ടെക്സ്റ്റ് ബുക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് നമ്മൾ ഈ പഠിക്കുന്നതായ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നല്ല ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. ഒത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് 1 മാസം കൊണ്ടൊക്കെ പഠിക്കത്തക്ക ഒരു രീതിക്കല്ല നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നത്. ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതായ ഒരു കോഴ്സാണ്. ദിസ് ഈസ് എ കോഴ്സ്, ഈ ഒരു കോഴ്സ് that will remind us of the Ramayana and the Mahabharata. അപ്പോ മഹാകാവ്യങ്ങൾ, രാമായണവും മഹാഭാരതവും ഒക്കെ എന്താണ്? മഹാകാവ്യങ്ങളാണ്. അപ്പം രാമായണവും മഹാഭാരതവും എന്നതായ മഹാകാവ്യത്തെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ലൈങ് ഓൺ അവർ ഗ്രാൻഡ് മദേഴ്സ് ലാപ്പ് വൈൽ ലിസണിങ് ടു ടെയിൽസ് ഓഫ് ഓൾഡ്. നമുക്ക് ഓർമ്മ കാണും അല്ലെ, നമ്മുടെ കുഞ്ഞായിരിക്കുന്ന സമയങ്ങളിൽ മുത്തശ്ശിയുടെ മടിയിലൊക്കെ കിടന്നുകൊണ്ട് ഇതിലെ പല കഥകളും കേട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇത് നമ്മളിപ്പോ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ പഴയ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഓർമ്മയിലേക്ക് അത് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ കേട്ട കഥകൾ തന്നെയാണ് നിങ്ങൾ വീണ്ടും കേൾക്കാനായിട്ട് പോകുന്നത്. ഒട്ടുമിക്ക പേരും കേട്ടതും പഠിച്ചതുമായ കഥകൾ തന്നെയാണ് നമ്മൾ വീണ്ടും പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് അത് പഠിക്കും. അപ്പൊ അതിന്റെ അതായത് ഒരു എഴുത്തുകാരൻ അതിനെ എഴുതുമ്പോൾ, അപ്പൊ എന്താണ്, നോ റൈറ്റർ റൈറ്റ്സ് ഇൻ വാക്വം. ഇതൊരു പ്രധാനപ്പെട്ട സെന്റൻസ് ആണ്, നിങ്ങൾക്ക് എക്സാമിലൊക്കെ എഴുതാനായിട്ട് കഴിയും. എന്താണ് വരുന്നത്? നോ റൈറ്റർ റൈറ്റ്സ് ഇൻ വാക്വം. ആര് ശൂന്യതയിൽ ഒന്നും എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. അപ്പം എന്തെങ്കിലും ഒരു കഥ എഴുതുന്നതിനും കവിത എഴുതുന്നതിനുമൊക്കെ അവർക്ക് എന്ത് വേണം? അവർക്ക് അതിൻ്റെതായ കഥാതന്തുക്കൾ വേണം. എന്നുള്ളത് പോലെ തന്നെ അവർ കഥ എഴുതുന്ന സമയത്തും ആ കഥയെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യം. ഇപ്പൊ ഒരു കഥ ഉണ്ടായിരിക്കും, ഇപ്പൊ 2 പേര് ഒരേ കഥ പറയുകയാണ്. ഇപ്പൊ 2 വ്യക്തികൾ ഒരേ കഥ പറയുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ കഥ ഒരു വ്യക്തി പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ വളരെ രസകരമായിട്ട് തോന്നും. മറ്റൊരു വ്യക്തി പറയുമ്പോൾ നമുക്കതിൽ അധികം രസം തോന്നത്തില്ല. അതെന്തുകൊണ്ടാണ്? ആ കഥ ഒന്ന് തന്നെയാണ്. എന്നാൽ കഥ പറയുന്ന വ്യക്തി അതെങ്ങനെ പറയുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് നമുക്കത് കേൾക്കാനുള്ള ഇഷ്ടവും വരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കഥകളിലൊക്കെയും എഴുത്തുകാരൻ എത്ര മനോഹരമായിട്ടാണ് അതിന്റെ ഓരോരോ സംഭവങ്ങളും ഓരോരോ കാര്യങ്ങളും അത് ഏത് സമയത്ത് അതിനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ
ആ കഥയെ കേൾവിക്കാരന് കൂടുതൽ രസകരമായത് അല്ലെങ്കിൽ കൂടുതൽ കേൾക്കാൻ സുഖകരമായ രീതിയിലേക്ക് അതിനെ കൊണ്ടുവത്തിക്കും. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ എന്താണ് ഇറ്റ് ബ്രിങ്സ് നമ്മളിലേക്ക് എന്ത് കൊണ്ടുവരുന്നു? ആസ് ഓൾഡ് മെമ്മറീസ് ഓഫ് ലവ് ബിറ്റ്വീൻ കിങ് ആൻഡ് കോമണർ. അപ്പൊ അല്ലെങ്കിൽ ഈ ഒരു കഥയ്ക്കകത്ത് ഇപ്പൊ ഈ ഒരു കഥയ്ക്കകത്ത് ഈ കഥ എന്താണ്? ഈ ദുഷ്യന്റെയും അതോടൊപ്പം തന്നെ ദുഷ്യന്ത മഹർഷിയുടെയും ഒക്കെ ഒക്കെ പറയപ്പെടുന്നത് ഈ കഥയ്ക്കകത്ത് തന്നെ പല പല സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്ന ഇതിലത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? ലവ് ബിറ്റ്വീൻ എ കിങ് ആൻഡ് എ കോമണർ. ഇവിടെ പറയുന്നതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കഥ, അതിലൊരു ഒരു കഥയുടെ ഒരു ഭാഗം എന്നുള്ളത്, കഥയിലെ ഒരു ഭാഗം എന്നുള്ളത് ഒരു രാജാവും ഒരു സാധാരണക്കാരിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ്. ഒരു രാജാവും സാധാരണക്കാരിയും തമ്മിലുള്ളതായ സ്നേഹബന്ധത്തിന്റെ കഥയാണ്. ആ ഒരു ഫ്രേസ് ആയിട്ട് എന്നെ എടുത്ത് നോക്കിയേ, ലവ് ബിറ്റ്വീൻ എ കിങ് ആൻഡ് എ കോമണർ. ലവ് ബിറ്റ്വീൻ എ കിങ് ആൻഡ് കോമണർ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. അതെന്താണ്? ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെയാണ്, ഒരു കാൽപ്പനികമായ ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ട്രാൻസെൻസ്. ട്രാൻസെൻഡ് എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ട്രാൻസെൻഡ്, TRANSCEND. അപ്പൊ ഇതുപോലെയുള്ള വാക്കുകൾ നോട്ടിൽ എഴുതുകയും എഴുതിയ ശേഷം അത് നിങ്ങൾ എക്സാമിലേക്കൊക്കെ അല്ലെങ്കിൽ പല പ്രാവശ്യം അത് ഇടയ്ക്കൊക്കെ എഴുതി പഠിക്കുകയൊക്കെ ചെയ്തിട്ട് എക്സാം പേപ്പറിൽ ഇതുപോലുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രാ മാർക്സ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ വെറുതെ ജസ്റ്റ് പാസ്സാവുക എന്നുള്ള ഒരു കാര്യത്തോടെയല്ല നമ്മൾ ഈ കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ക്രമീകരിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് കിട്ടുക, നിങ്ങൾ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് ഈ കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ട്രാൻസെൻഡ് എന്ന വാക്കിന്റെ അർത്ഥം ടു ഗോ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് സംതിങ്. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പരിധിക്ക് മുകളിലേക്ക് പോവുക, മീതെ കയറുക എന്നൊരു മലയാളം വാക്കാണ് അത് വരുന്നത്. ടു റൈസ് എബോവ് നോർമൽ ബിഹേവിയർ. അപ്പോൾ ഇവിടെ വരുന്നത് നോക്കിയേ, അപ്പോൾ മീതെ കയറുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാറിന് പറയാറുണ്ട് ട്രാൻസെൻഡിങ് എബോവ് ദ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ മാനുഷിക ബുദ്ധിക്കും മുകളിലേക്ക് പോവുക. അപ്പൊ എന്നുള്ളൊരു അർത്ഥത്തില് ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഇപ്പൊ ഈ രാജാവും ആരും തമ്മിലുള്ള ഈ എന്താണ് സാധാരണക്കാരിയായ ഒരു സ്ത്രീയും തമ്മിലുള്ള ഈ സ്നേഹബന്ധം എന്താണ് ചെയ്യുന്നത്? ട്രാൻസെൻസ്. എന്തിന്റെ മുകളിലേക്ക് പോവുകയാണ്? സോഷ്യൽ ഹൈറാർക്കി, സാമൂഹികമായ കെട്ടുപാടുകൾക്കും ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, വർഗ വിവേചനത്തിനും ഒക്കെ മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ സാധാരണഗതിയിൽ രാജാവ് ആരെ വിവാഹം കഴിക്കാറുള്ളൂ? തന്റെ പദവി നിൽക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാറുള്ളൂ, അല്ലെ? ഇപ്പൊ ഒരു സാധാരണക്കാരി തന്റെ പദവി നിൽക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇവരെന്ത് ചെയ്യുകയാണ്? ഈ ഒരു കാര്യത്തിലൂടെ ഇതിനും മുകളിലേക്ക് പോവുകയാണ്. എന്താണ്? സാമൂഹികമായുള്ള കെട്ടുപാടുകളെയൊക്കെ ഭേദിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വർഗ വേർതിരിവുകളൊക്കെ ഭേദിച്ചുകൊണ്ടും ഇവർ തമ്മിലുള്ള ബന്ധം അതിന്റെയൊക്കെ മുകളിലേക്ക് അല്ലെങ്കിൽ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം കടന്നു പോവുകയാണ്. ഇതെവിടെയാ സംഭവിക്കുന്നത്? ഇതിന്റെ പശ്ചാത്തലം എവിടെയാണ്? കോണ്ടെക്സ്റ്റ് എന്ന വാക്ക് പശ്ചാത്തലം, CONTEXT, കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ പശ്ചാത്തലം. എ ടെക്സ്റ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഈസ് എ പ്രീടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. കോണ്ടെക്സ്റ്റ് എന്നാണ് പശ്ചാത്തലം. എപ്പോഴും നമ്മൾ പശ്ചാത്തലം മനസ്സിലാക്കണം. ഇപ്പൊ ഏത് പശ്ചാത്തലത്തിലാണ് ഈ കഥ വരുന്നത്? കാളിദാസയുടെ അഭിജ്ഞാന ശാകുന്തളം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കാളിദാസാസ് പ്ലേ അഭിജ്ഞാന ശാകുന്തളം. അപ്പം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തില് എന്താണ്? ഇറ്റ് സിംബലൈസസ്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ദ യൂണിയൻ, കൂടിച്ചേരൽ. ആരൊക്കെ തമ്മിലുള്ള കൂടിച്ചേരൽ? ഓഫ് കിങ് ദുഷ്യന്തൻ എന്ന മഹാരാജാവും ആൻഡ് ശകുന്തള എന്ന സാധാരണ സ്ത്രീയും തമ്മിലുള്ള കൂടിച്ചേരലിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ശകുന്തള ആരാണ്? എ യങ് വുമൻ റേസ്ഡ് ഇൻ എ ഹെർമിറ്റേജ്. ഒരു സാധാരണ സ്ത്രീ, ഒരു യങ് ഒരു കുട്ടി എവിടെ വളർത്തപ്പെട്ടതിന്റെ ഹെർമിറ്റേജ് എന്ന് പറഞ്ഞ എന്താണ്? തപോവനം. ഹെർമിറ്റേജ് എന്ന് വെച്ചാൽ തപോവനം എന്ന് മലയാളത്തിൽ പറയും. അതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഹെർമിറ്റേജ് എന്ന് വെച്ചാൽ എ ക്വയറ്റ് ആൻഡ് സെക്ലൂഡഡ് പ്ലേസ് വേർ എ ഹെർമിറ്റ് ലീവ്സ്. ഒരു ക്വയറ്റ് എന്നാണ്, ഒരു നിശബ്ദവും സെക്ലൂഡഡും ഒറ്റപ്പെട്ടതുമായ ഒരിടം. എവിടെയാണ്? അവിടെ ആരാ താമസിക്കുന്നത്? ഋഷിമാരും ഒക്കെ താമസിക്കുന്നതുമായിട്ടുള്ള ഇടത്തെയാണ് മഹർഷിമാരൊക്കെ താമസിക്കുന്നതായ ഒറ്റപ്പെട്ടതും അതോടൊപ്പം തന്നെ
മറ്റ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതും നിശബ്ദവുമായ ഇടങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഹെർമിറ്റേജ്, അല്ലെങ്കിൽ ഇതിന്റെ മലയാള പദം എന്താണ് തപോവനങ്ങൾ എന്നും പറയാറുണ്ട്. അപ്പൊ ഈ തപോവനങ്ങളിൽ എന്താണ് ഇപ്പൊ വനത്തിന്റെ ഉള്ളില് അവരൊരു എന്താണ് ചെറിയ കുടിലൊക്കെ കെട്ടി അവിടെ താമസിക്കും. അവിടെ ആരും എന്ത് ചെയ്യാല്ല വരത്തില്ല. അപ്പൊ അവർക്ക് സ്വസ്ഥമായി ധ്യാനിക്കാനും പഠിക്കാനും വായിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അവിടെ ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരിടത്തിലാണ് ആര് വളർത്തപ്പെട്ടത്? ശകുന്തള വളർത്തപ്പെട്ടത്. ഓൾദോ എന്നിരുന്നാലും എന്താണ് ശകുന്തള ഈസ് ഓഫ് നോബിൾ ലീനിയേജ്. ശകുന്തള സത്യത്തിൽ ആരാണ്? ഒരു നോബിൾ ലീനിയേജിൽ പെട്ടതായ ഒരു കുട്ടിയാണ്. ശകുന്തള ഒരു നോബിൾ ലീനിയേജിൽ പെട്ടതായ ഒരു കുട്ടിയാണ്. എന്നാൽ നോബിൾ ലീനിയേജ് എന്ന് പറഞ്ഞാല് എന്താണ് എന്താണ് ഉന്നത പദവി അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് എ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓർ ആൻസിസ്ട്രി ദാറ്റ് കംസ് ഫ്രം റോയൽറ്റി ഓർ ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്. എങ്ങനെയാണ്? ഏത് പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്നതാണ്? ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്, വലിയ സാമൂഹിക പദവിയുള്ളതായ കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്നതിനാണ് എന്ത് പറയുന്നത്? നോബിൾ ലീനിയേജ് എന്ന് പറയുന്നത്. വലിയ സാമൂഹിക പദവിയിലൊക്കെയുള്ള ഇതിൽ നിന്ന് വരുന്നതിനെയാണ് ഇന്ന് നോബിൾ ലീനിയേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ശകുന്തള സാധാരണമായ രീതിയിൽ ഒരു കുടിലിലാണ് വളർത്തപ്പെട്ടതെങ്കിൽ സത്യത്തിൽ അവൾ ആരാണ്? ഷീസ് ഓഫ് നോബിൾ ലീനിയേജ്. അവൾ വളരെ ഉന്നതമായ കുടുംബ മഹിമ അല്ലെങ്കിൽ ഉന്നതമായ ഒരു കുലത്തിലുള്ളവളാണ്. അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവൾ ആരാണ് യഥാർത്ഥത്തിൽ? ഡോട്ടർ. ആരുടെ മകളാണ്? സേജ് വിശ്വമിത്ര മഹർഷിയുടെയും സെലസ്റ്റിയൽ നിംഫ് മേനക. എന്താണ് സെലസ്റ്റിയൽ നിംഫ് ആയിട്ടുള്ള മേനക. സെലസ്റ്റിയൽ നിംഫ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡ്. സെലസ്റ്റിയൽ നിംഫ് അതിന്റെ മലയാള അർത്ഥം വരുന്നത് അപ്സരസ്. അപ്പൊ അപ്സരസ് ആയിട്ടുള്ള മേനകയുടെയും അതോടൊപ്പം തന്നെ എന്താണ് വിശ്വമിത്ര മഹർഷിയുടെയും മകളായിട്ടുള്ള ആരാണ്? ശകുന്തള. അങ്ങനെ ആ ശകുന്തളയുടെ മകളാണുള്ളത്. അപ്പോൾ സാധാരണക്കാരിയല്ല, പക്ഷെ വളർത്തപ്പെടുന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ്. ഷീ ഈസ് പെർസീവ്ഡ്. അവളെ ആ വാക്ക് നോക്കണേ, പെർസീവ്ഡ്. PERCEVED. ഈ വാക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. ഷീ ഈസ് പെർസീവ്ഡ്. എന്താണ്? അവളെ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അതിന്റെ ഡെഫിനിഷൻ വരുന്നത് ടു ബിക്കം അവെയർ ഓഫ് സംതിങ് ത്രൂ ദ സെൻസസ് അല്ലെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഇന്റർപ്രറ്റ് സംതിങ് ഇൻ എ പർട്ടിക്കുലർ വേ. അപ്പോ അവൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അവൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്? അവൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? എ കോമൺ, ഒരു സാധാരണക്കാരിയായിട്ട് അവളെ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഹെർ അപ്ബ്രിങ്ങിങ് ഇൻ ദ ഹെർമിറ്റേജ്. അവളെ ആ കുടിലിൽ വളർത്തുന്നത് കൊണ്ട്, അല്ലെ കുടിലിലാണ് അവൾ വളർന്നു വന്നത് എന്നതുള്ളത് കൊണ്ട് ഒരു സാധാരണക്കാരിയായിട്ടാണ് അവളെ കാണുന്നത്. ദിയർ ലവ് സ്റ്റോറി, അവരുടെ സ്നേഹബന്ധം, ഹൈലൈറ്റ്സ് അതിനെ പ്രാധാന്യത്തോടെ കാട്ടുന്നു. അവരുടെ സ്നേഹബന്ധം പ്രാധാന്യത്തോടെ കാട്ടുന്നു. തീംസ് ഓഫ് പാഷൻ, എന്തിന്റെയൊക്കെയാണ് പ്രാധാന്യത്തെ കാട്ടുന്നത്? പാഷൻ, വികാരങ്ങളുടെ പ്രാധാന്യം കാട്ടുന്നുണ്ട്. സൊസൈറ്റൽ നോംസ്, സാമൂഹികമായ കെട്ടുപാടുകളുടെ പ്രാധാന്യത്തെ കാട്ടുന്നുണ്ട്. ചലഞ്ചസ് ഓഫ് ലവ് എക്രോസ് ഡിഫറെന്റ് സോഷ്യൽ സ്ട്രാറ്റജീസ്. അതായത് വ്യത്യസ്ത സാമൂഹിക തലങ്ങളിൽ നിൽക്കുന്നവർ സ്നേഹിക്കുമ്പോഴുണ്ടാകുന്നതായ വെല്ലുവിളികളെ കുറിച്ചും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്നേഹബന്ധം ഏതൊക്കെ വിഷയങ്ങൾ, ഒരു സെക്കൻഡ്, തീംസ് തീം എന്ന് വെച്ചാൽ പ്രമേയങ്ങൾ എന്ന മലയാളം വാക്ക് വരുന്നത്. അപ്പോ എന്തൊക്കെയാണ്? ദർ ലവ് സ്റ്റോറി, അവരുടെ സ്നേഹബന്ധം ഏതൊക്കെ പ്രമേയങ്ങളെയാണ് ഉയർത്തിക്കാട്ടുന്നത്? പാഷൻ, വികാരങ്ങൾ. സൊസൈറ്റൽ നോം, സാമൂഹികമായ കെട്ടുപാടുകൾ. ചലഞ്ചസ് ഓഫ് ലവ് അക്രോസ് ഡിഫറെന്റ് സോഷ്യൽ സ്ട്രാറ്റജീസ്, വ്യത്യസ്തങ്ങളായ തലത്തിൽ നിൽക്കുന്നവർ സ്നേഹിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഒന്നാമത്തെ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് എന്താണ്? ഓക്കെ, ഓൾ ദ ലവ് ബിറ്റ്വീൻ എ കിങ് ആൻഡ് എ കോമണർ. അതുപോലെ തന്നെ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നിഗൂഢത. മിസ്റ്ററി ഓഫ് ദ മിസ്സിംഗ് സൈനറ്റ് റിംഗ്. എന്താണ്? ദ മിസ്റ്ററി ഓഫ് ദ മിസ്സിംഗ് സൈനറ്റ് റിംഗ്. എന്താണ് സൈനറ്റ് റിംഗ് എന്ന് പറഞ്ഞാല്?
എന്താണ് മുദ്രമോതിരം. സൈനറ്റ് റിംഗ് എന്ന് വെച്ചാൽ മുദ്രമോതിരം. അതോടൊപ്പം തന്നെ എ സൺ ഡിസ്ഓൺഡ് ബിക്കോസ് ഓഫ് മെമ്മറി ലാപ്സ് ആസ് എ റിസൾട്ട് ഓഫ് എ കഴ്സർ. എന്നാണ് ഒരു സൺ, ഒരു പുത്രൻ എന്ത് ചെയ്യപ്പെടുകയാണ്? ഡിസ്ഓൺഡ് ബിക്കോസ് ഓഫ് മെമ്മറി ലാപ്സ്. എന്താണ് മെമ്മറി എന്ന് വെച്ചാല് ഓർമ്മ. അപ്പൊ ഓർമ്മക്കുറവ് കൊണ്ട് ഒരു കുട്ടി എന്ത് ചെയ്യപ്പെടുകയാണ്? അപമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ആ രണ്ട് കാര്യങ്ങളും വീണ്ടും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദ മിസ്റ്ററി ഓഫ് ദ സൈനറ്റ് റിംഗ്. ഈ മിസ്റ്ററി ഓഫ് ദ സൈനറ്റ് റിംഗും വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ്. ഈ മുദ്രമോതിരം നഷ്ടപ്പെടുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ടതായ ഒരു പ്രമേയമാണ്. മുദ്രമോതിരം നഷ്ടപ്പെടുന്നതായ ഭാഗവും വളരെ പ്രധാനപ്പെട്ടതായ ഒരു പ്രമേയമാണ്. ദ മിസ്റ്ററി ഓഫ് ദ മിസ്സിംഗ് സൈനറ്റ് റിംഗ് എന്നാണ് മുദ്രമോതിരം നഷ്ടപ്പെടുന്നതായ ആ പ്രമേയം ഇസ് എ പിവറ്റൽ പ്ലോട്ട് ഡിവൈസ് ഇൻ കാളിദാസാസ് പ്ലേ അഭിജ്ഞാന ശാകുന്തളം. ശ്രദ്ധിച്ച്, എക്സാമിന് വരാൻ സാധ്യതയുള്ളതായ ഒരു ഭാഗമാണ്. ദ മിസ്റ്ററി ഓഫ് ദ മിസ്സിംഗ് സൈനറ്റ് റിംഗ് എന്താണ് മുദ്രമോതിരം നഷ്ടപ്പെട്ടു പോകുന്നതായ മുദ്രമോതിരം നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു സംഭവം ഈസ് എ പിവറ്റൽ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് എന്ന വാക്കിന്റെ മറ്റൊരു പദമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിവറ്റൽ, PIVOTAL, പിവറ്റൽ എന്ന ഈ വാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് ഉപയോഗിക്കുക. ഇത് ഇമ്പോർട്ടന്റിന് പകരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ്സ് എ പിവറ്റൽ പ്ലോട്ട് എന്നാണ് വളരെ പ്രാധാന്യമുള്ളതായ ഒരു പ്ലോട്ടാണ്. വളരെ പ്രാധാന്യമുള്ളതായിട്ടുള്ളതായ ഒരു സംഭവക്രമമാണ്. പ്ലോട്ട് എന്ന് വെച്ചാൽ സംഭവക്രമം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു എഴുത്തുകാരൻ തന്റെ കഥയിലെ സംഭവങ്ങള് ഇത് ഒരു ഒറ്റ രണ്ടോ മൂന്നോ പേജിൽ എഴുതി തീരുന്നതായ ഒരു കഥ. വളരെ വളരെ നീളമുള്ളതായ മഹാകാവ്യങ്ങളാണ്. വളരെ പേജുകളുള്ളതായ കവിതകളാണ്. അപ്പോൾ ഇതിലെന്താണ് പലയിടത്തായിട്ട് പല സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സംഭവങ്ങളും ഏത് സ്ഥാനത്ത് അവയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ഏത് സ്ഥാനത്ത് അവയെ അവയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതിനനുസൃതമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആ കഥയുടെ മനോഹാരിത വർദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ മോതിരം നഷ്ടപ്പെടുന്നതായ ആ സംഭവം അത് വളരെ പ്രാധാന്യമുള്ളതായ ഒരു സമയത്താണ് കഥാകാരൻ അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദ മിസ്റ്ററി ഓഫ് ദ മിസ്സിംഗ് സൈനറ്റ് റിംഗ് എന്താണ്? മുദ്രമോതിരം നഷ്ടപ്പെടുന്നതിൻ്റെതായ നിഗൂഢത. ഇസ് എ പിവറ്റൽ പ്ലോട്ട്, വളരെ പ്രാധാന്യമുള്ളതായ ഒരു സംഭവക്രമമാണ്. ഇൻ കാളിദാസസ് പ്ലേ അഭിജ്ഞാന ശാകുന്തളം എന്നതായ ഈ കൃതിയിൽ വളരെ പ്രാധാന്യമുള്ളതായ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ മുദ്രമോതിരം നഷ്ടപ്പെടുന്നത്. ദ സൈനറ്റ് റിംഗ്, ഈ മുദ്ര ഇടപ്പെട്ട മോതിരം എന്താണ്? ആരാ നൽകിയത്? ഗിവൺ ബൈ ദുഷ്യന്ത ടു ശകുന്തള. ദുഷ്യന്തൻ ആർക്ക് കൊടുത്തതാണ്? ശകുന്തളയ്ക്ക് കൊടുത്തതാണ്. ആസ് എ ടോക്കൺ ഓഫ് ലവ്. എങ്ങനെയാ കൊടുത്തത്? ടോക്കൺ ഓഫ് ലവ്, ഒരു സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് താൻ ഈ മുദ്രമോതിരം ശകുന്തളയ്ക്ക് കൊടുക്കുന്നു. അവരെന്തും ചെയ്തിരുന്നു? സീക്രട്ട് ഗന്ധർവ മാരേജ്, അവര് ആ ഗന്ധർവ വിധി പ്രകാരമുള്ള വിവാഹവും നടത്തപ്പെട്ടിരുന്നു. പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ സ്റ്റോറി. അപ്പൊ ഈ കഥയിൽ അവരുടെ വിവാഹവും വളരെ പ്രാധാന്യമുള്ളതാണ്. വെൻ ശകുന്തള, വിവാഹശേഷം ശകുന്തള ബിക്കം പ്രഗ്നന്റ്. വിവാഹശേഷം ശകുന്തള എന്താകുന്നു? ഗർഭവതി ആകുന്നു. വെൻ ശകുന്തള പ്രഗ്നന്റ് വിത്ത് ദുഷ്യന്താസ് ചൈൽഡ്. ശകുന്തള ദുഷ്യന്തന്റെ കുഞ്ഞുമായി ഗർഭവതിയായ ശേഷം ട്രാവൽസ് ടു ഹിസ് കോർട്ട്. എവിടേക്ക് പോകുന്നു? ആ കോർട്ടിലേക്ക്, ന്യായാസനത്തിലേക്ക് കടന്നു പോകുന്നു. ടു ക്ലെയിം ഹെർ റൈറ്റ്ഫുൾ പ്ലേസ്. അവൾക്ക് അവകാശപ്പെട്ടതായ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി അവൾ ന്യായാധിപന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു. അസീസ് വൈഫ്, താൻ ഭാര്യയാണ്. അപ്പം ഭാര്യ എന്നുള്ള തന്റെ അവകാശം ലഭിക്കുന്നതിന് വേണ്ടി അവൾ എവിടേക്ക് കടന്നു പോകുന്നു? അവള് കോർട്ടിലേക്ക്, കോടതിയിലേക്ക് കടന്നു പോകുന്നു. എന്താ സംഭവിക്കുന്നത്? ദ കഴ്സ് ഓഫ് ദ സേജ് ദുർവാസ, എന്നാൽ ദുർവാസ മഹർഷിയുടെ ശാപം കോസസ് ദുഷ്യന്ത ടു ഫൊർഗെറ്റ് ഹെർ എൻറ്റയർലി. അപ്പൊ ഈ ശാപം എന്ത് ചെയ്യുന്നു? ഈ ശാപം കാരണം ദുഷ്യന്തൻ എന്ത് ചെയ്തു പോകുന്നു? ഇവളെ പരിപൂർണമായി മറന്നു പോകുന്നു. ദിസ് കഴ്സ്, എന്നാൽ ഈ ശാപം ഹവർ ഇൻക്ലൂഡ്സ് എ കണ്ടീഷൻ. ഈ ശാപത്തിൽ പക്ഷെ എന്തുണ്ടായിരുന്നു? ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ വ്യവസ്ഥ? ദുഷ്യന്താസ് മെമ്മറി വിൽ ബി റിസ്റ്റോർഡ്. ദുഷ്യന്തന്റെ ഓർമ്മ തിരിച്ചു കിട്ടും. എപ്പോൾ? ഇഫ് ഹി ഈസ് പ്രസന്റഡ് വിത്ത് എ ടോക്കൺ ഓഫ് റിക്കഗ്നീഷൻ. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഒരു ടോക്കൺ ഓഫ് റിക്കഗ്നീഷന്, തിരിച്ചറിവിൻ്റെതായ ഈ സമ്മാനം ദുഷ്യന്തന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ
ഈ ശാപത്തിൽ നിന്ന് മുക്തയാകും. അവൻ ലഭിച്ച ശാപം എന്തെന്നാണ്? ഈ കുട്ടിയെ മറന്നു പോകും എന്നുള്ള ശാപത്തിൽ നിന്ന് ഈ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ അവന്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ മുക്തനായി തീരും എന്നുള്ളതായ ഒരു ശാപമോക്ഷവും അവന് ലഭിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി, എന്നാല് നിർഭാഗ്യവശാൽ ശകുന്തള ലോസസ് ദി സൈനറ്റ് റിംഗ്. ശകുന്തള യാത്രയിൽ എന്ത് ചെയ്തു പോകുന്നു? അവളുടെ മുദ്രമോതിരം അവൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഡ്യൂറിംഗ് ദ ജേർണി ടു ദ പാലസ്, കൊട്ടാരത്തിലേക്കുള്ള യാത്ര മധ്യേ അവളുടെ മുദ്രമോതിരം അവൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. വിത്തൗട്ട് ദ റിംഗ്, മോതിരമില്ലാതെ ഷീസ് അണേബിൾ ടു പ്രൂവ് ഹെർ മാരേജ് ടു ദുഷ്യന്ത. ഷീസ് അണേബിൾ, അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? അണേബിൾ ടു പ്രൂവ് ഹെർ മാരേജ് ടു ദുഷ്യന്ത. ദുഷ്യന്തന്റെ അടുത്ത് അവർ തമ്മിൽ വിവാഹിതരായി എന്നുള്ള കാര്യം ബോധിപ്പിക്കാനായിട്ട് അവൾക്ക് കഴിയുന്നില്ല. ലീഡിങ്, അതെന്തിലേക്ക് നയിച്ചു? ടു ഹെർ റിജക്ഷൻ ആൻഡ് ഹ്യൂമിലിയേഷൻ അറ്റ് ദ കോർട്ട്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യപ്പെട്ടു? റിജക്ഷൻ, അവൾ അവഗണിക്കപ്പെട്ടു. ആൻഡ് ഹ്യൂമിലിയേഷൻ, അവൾ അപമാനിക്കപ്പെട്ടു. കോടതിയിൽ അവളെ രാജാവ് രാജാവിന് അവളെ മനസ്സിലായില്ല. അതുകൊണ്ട് അവൾ അംഗീകരിക്കാനും മനസ്സിലായില്ല. അങ്ങനെ അവള് എന്താകപ്പെട്ടു? അവൾ തിരസ്കരിക്കപ്പെടുകയും അവൾ അതോടൊപ്പം തന്നെ അപമാനിക്കപ്പെടുകയും ചെയ്തു. ദിസ് ലോസ്, ഈ നഷ്ടം, ഡീപ്പൻസ് ദ ട്രാജഡി ഓഫ് ഹെർ സിറ്റുവേഷൻ. ഈ നഷ്ടം എന്ത് ചെയ്യപ്പെട്ടു? ഡീപ്പൻസ് ദ ട്രാജഡി ഓഫ് ഹെർ സിറ്റുവേഷൻ. അവളുടെ അവസ്ഥയുടെ എന്താണ്? ട്രാജഡി എന്ന് വെച്ചാൽ എന്താണ്? ട്രാജഡി കോമഡി എന്നത് ഒരു ഇതിൽ വരുന്നൊരു ഇതാണ്, ലിറ്ററേച്ചറിൽ വരുന്നൊരു കാര്യമാണ്. കോമഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കോമഡി അല്ല ഹാപ്പി എൻഡിങ്. ട്രാജഡി എന്ന് പറഞ്ഞാൽ സാഡ് എൻഡിങ്. എന്നാൽ ഇവിടെ നമുക്ക് മറ്റൊരു ഇതിലും പറയാൻ കഴിയും അവളുടെ ദുഃഖത്തിന്റെ തീവ്രതയും, അല്ലെങ്കിൽ അവളുടെ എന്താണ്, ഓക്കെ, അവളുടെ ആ ദുരന്തം, ദുരന്തം എന്ന് നമുക്ക് പറയാം. ആ ദുരന്തത്തിന് ആക്കം കൂട്ടുകയാണ് ദിസ് ലോസ്. അപ്പൊ ഇവൾക്ക് ആൾറെഡി ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു. അതിന്റെ കൂടെ തന്നെ എന്താണ്? ദിസ് ലോസ് ഡീപ്പൻസ് ട്രാജഡി ഓഫ് ഹെർ സിറ്റുവേഷൻ. അവളുടെ ഈ അവസ്ഥയുടെ എന്ത് ചെയ്യുകയാണ്? അതിന്റെ ആക്കം കൂട്ടുകയാണ്. ആൻഡ് ഹൈലൈറ്റ്സ് തീംസ് ഓഫ്. അതോടൊപ്പം തന്നെ ഇവിടെ ഏതൊക്കെ കഥാതന്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? തീംസ്, കഥാതന്തുക്കൾ. തീംസ്, ഏതൊക്കെ കഥാതന്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഫെയ്റ്റ്, വിധി; മെമ്മറി, ഓർമ്മ; ആൻഡ് ദ വൾണറബിലിറ്റി ഓഫ് വിമൺ ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി. എന്താണ്? ഇപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഹൈലൈറ്റ്സ്? ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഫെയ്റ്റ്, വിധിയുടെ പ്രാധാന്യത; മെമ്മറി, ഓർമ്മയുടെ പ്രാധാന്യത; പിന്നെന്താണ്? വൾണറബിലിറ്റി ഓഫ് വിമൺ. എന്താണ്? ഒരു സ്ത്രീ എന്താണ് അവളുടെ വൾണറബിലിറ്റി. ഒരു സ്ത്രീയുടെ എന്താണ് വൾണറബിലിറ്റി? വൾണറബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ത്രീയുടെ എന്താണ്? ദുർബലത, ഭേദ്യമായ ദുർബലത. ഒരു സ്ത്രീ എവിടെ ദുർബലമായിരിക്കുകയാണ്? പാട്രിയാർക്കൽ എന്ന് വെച്ചാൽ എന്താണ്? പുരുഷാധിപത്യമുള്ളതായ സമൂഹം, പാട്രിയാർക്കൽ സൊസൈറ്റി. ഓർത്തു വയ്ക്കുക, പാട്രിയാർക്കൽ സൊസൈറ്റി, പുരുഷാധിപത്യമുള്ളതായ ഒരു സമൂഹം. പുരുഷാധിപത്യമുള്ളതായ ഒരു സമൂഹത്തിൽ എപ്രകാരം ഒരു സ്ത്രീ ദുർബലയായിരിക്കുന്നു എന്നുള്ളതായ തത്വങ്ങൾ, എന്നുള്ളതായ കഥാതന്തുക്കൾ ആണ് പ്രധാനം. ഇപ്പൊ ഇതൊക്കെ ഓരോ കഥാതന്തുക്കളാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പൊ ഇപ്രകാരം പറയപ്പെട്ടതായ ഈ കഥാതന്തുക്കളൊക്കെയാണ് ഇവിടെ വിവരിക്കുന്നത്. ഏതൊക്കെയാണ് കഥാതന്തുക്കൾ? ഫെയ്റ്റ്, വിധി; മെമ്മറി, ഓർമ്മ; വൾണറബിലിറ്റി ഓഫ് വിമൺ ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി, എന്താണ്? പുരുഷാധിപത്യമുള്ളതായ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ എപ്രകാരം ദുർബലയായിരിക്കുന്നു എന്നുള്ളതായ തത്വങ്ങളൊക്കെ ഇവിടെ പറയുന്നു. ദ മിസ്റ്ററി ഈസ് റിസോൾവ്ഡ്. എന്നാൽ ഈ നിഗൂഢത പിന്നത്തേതിലും പരിഹരിക്കപ്പെടുന്നത്. എപ്പോഴാണ് പരിഹരിക്കപ്പെടുന്നത്? ലേറ്റർ, പിന്നത്തേതിലും. എന്ത് സംഭവിക്കുന്നു? വെൻ എ ഫിഷർമാൻ ഫൈൻഡ്സ് ദ റിംഗ്. ഒരു ഫിഷർമാൻ, ഒരു മീൻപിടുത്തക്കാരൻ, ഫൈൻഡ്സ് ദ റിംഗ്, ആ മോതിരം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ആരാ കണ്ടെത്തുന്നത്? ഒരു മുക്കുവൻ കണ്ടെത്തുന്നു. ഇൻ ദ സ്റ്റൊമക്ക് ഓഫ് എ ഫിഷ്. എവിടെയാണ് കണ്ടെത്തുന്നത്? ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ആ മുദ്രമോതിരം കണ്ടെത്തുകയും ആൻഡ് റിട്ടേൺസ് ഇറ്റ് ടു ദ കിങ്. അത് ആർക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു? രാജാവിന് തിരികെ നൽകുകയും ചെയ്യുന്നു. അപ്പോൺ സീയിങ് ദ റിംഗ്, ഈ മുദ്രമോതിരം കാണുമ്പോൾ ദുഷ്യന്താസ് മെമ്മറി ഈസ് റീസ്റ്റോർഡ്. ദുഷ്യന്തന്റെ ഓർമ്മ തിരിച്ചു ലഭിക്കുന്നു. ആൻഡ് ഹി ഈസ് ഫിൽഡ് വിത്ത് റിമോഴ്സ്. അദ്ദേഹം എങ്ങനെ വരുന്നു? അദ്ദേഹം റിമോഴ്സ്, തന്റെ പ്രവർത്തികളുടെ റിമോഴ്സിന്റെ അർത്ഥം കറക്റ്റ് ആയിട്ട് നോക്കട്ടെ. ആൻഡ് ഹി ഈസ് ഫിൽഡ് വിത്ത് റിമോഴ്സ്. അദ്ദേഹം എന്തുകൊണ്ട് നിറയപ്പെടുന്നു? അദ്ദേഹം പശ്ചാത്താപം കൊണ്ട്. റിമോഴ്സ് എന്ന് വെച്ചാൽ പശ്ചാത്താപം. അദ്ദേഹം പശ്ചാത്താപം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിറയപ്പെടുന്നു. പശ്ചാത്താപം, റിമോഴ്സ് ഡെഫിനിഷൻ എന്താണ്? എ ഡീപ് ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ഓർ റിഗ്രറ്റ് ഫോർ സംതിങ് റോങ് വൺ ഹാസ് ഡൺ. ഒരു വ്യക്തി ചെയ്തതായ തെറ്റായ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് തോന്നുന്നതായ
ഗിൽറ്റ്, കുറ്റബോധം, അതാണ് റിമോഴ്സ് എന്ന് പറയുന്നത്. ഹി ഈസ് ഫിൽഡ് വിത്ത് റിമോഴ്സ്, അവൻ എന്തുകൊണ്ട് നിറയപ്പെടുന്നു? റിമോഴ്സ്, കുറ്റബോധത്താൽ നിറയപ്പെടുന്നു. ഫോർ ഹിസ് ഏർലിയർ ആക്ഷൻസ്, തന്റെ ഹൃദയത്തിലേക്ക് പശ്ചാത്താപം കടന്നു വരികയാണ്. The recovery of the ring sets the stage for the eventual reunion of ദുഷ്യന്ത്. അപ്പോ ഈ മോതിരം ലഭിക്കുന്നതോടുകൂടി പിന്നെയും എന്ത് ചെയ്യണം, കഥ മാറുകയാണ്. എന്താണ്, ഇവൻച്വൽ റീയൂണിയൻ ഓഫ് ദുഷ്യന്ത, ശകുന്തള ആൻഡ് ദ സൺ ഭരത, ബ്രിങ്ങിങ് ദ സ്റ്റോറി ടു റെസൊല്യൂഷൻ. അപ്പം അത് അത് തിരികെ ലഭിക്കുന്നതോടുകൂടി ഇവർക്ക് വീണ്ടും ഒത്തു വരുന്നതിനുള്ളതായ, അല്ലെങ്കിൽ ഈ ദുഷ്യന്തനും ശകുന്തളയും ഭരതനും ആ കുട്ടിയായ ഭരതനെയൊക്കെ ഒരുമിച്ച് വരുന്നതിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ദ മിസ്സിംഗ് സൈനറ്റ് റിംഗ്, എന്താണ്, നഷ്ടപ്പെട്ടു പോയതായി മോതിരം. Therefore, അതിനാല് serves as both a symbol of love and അതിപ്പോ എന്തിന്റെ അടയാളമായിട്ട് അത് കാണാൻ നമുക്ക് കഴിയുന്നു? എ സിംബൽ ഓഫ് ലവ്, ഒരു സ്നേഹത്തിന്റെ അടയാളവും, അതോടൊപ്പം തന്നെ എ നറേറ്റീവ് ഡിവൈസ് ദാറ്റ് ഡ്രൈവ്സ് ദ പ്ലോട്ട് ഫോർവേഡ്. എന്താണ്, അതൊരു നറേറ്റീവ് ഡിവൈസ് ആയിട്ടും അതെന്തായിട്ടും മാറപ്പെടുന്നുണ്ട്. അതൊരു നറേറ്റീവ് ഡിവൈസ് ആയിട്ടും അത് മാറ്റപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ്, ദ മിസ്സിംഗ് സൈനറ്റ് റിങ്, ആ നഷ്ടപ്പെട്ടു പോയതായ ആ മോതിരം എന്തൊക്കെയായിട്ട് മാറ്റപ്പെടുന്നുണ്ട്? സ്നേഹത്തിന്റെ ഒരു എന്താണ്, സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ട്, അതോടൊപ്പം തന്നെ എന്താണ്, ഒരു നരേറ്റീവ് ഡിവോയ്സ് ആയിട്ട്, ഒരു എന്താണ്, കഥ പറയാനുള്ള ഒരു രീതിയായിട്ടും അത് മാറ്റപ്പെടുന്നു. അങ്ങനെയാണ് കഥ മുമ്പിലോട്ട് കടന്നു പോകുന്നത്. ഓക്കെ, അടുത്തതും അതുപോലത്തെ ഒരു കഥയായിട്ട് തന്നെ. റിസൾട്ട് ഓഫ് കഴ്സ് ഓഫ് കോർട്ട് ഇൻട്രീഗ്സ് ആൻഡ് ദ ഡിസ്ട്രോബിംഗ് ഓഫ് എ വിമൺ ഓഫ് ജെന്റിൽ ബർത്ത് ടിൽ എ ഗ്രാൻഡ് ബാറ്റിൽ ബിറ്റ്വീൻ കസിൻസ് ഈസ് വേജ്ഡ്. ഇതിപ്പോ അടുത്ത കഥയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ കഥ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും. കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഇൻഡെപ്ത് ആയിട്ട് നോളജ് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്യപ്പെടുന്നതായ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ റെഗുലറായി ക്ലാസ് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്.